മലബാറിൽ നിന്ന് സിനോജ് തോമസ് അല്ലേ? അപ്പോൾ സിനോജ് തോമസിനെ വിളിക്കുമ്പോൾ തന്നെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട് റോഷ്നി അല്ലേ? സിനോജ് തോമസ്, ഗുഡ് മോർണിംഗ്. സിനോജ്, നല്ലൊരു വാർത്തയിൽ നിന്നല്ല നമ്മൾ തുടങ്ങുന്നത്. ഈ നിപ്പ രോഗലക്ഷണങ്ങളോടെ മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിനി വെന്റിലേറ്ററിലാണല്ലേ? അപ്പോൾ വീണ്ടും ഒരു നിപ്പ ഭീതി ഉയരുന്നുണ്ടല്ലേ? വെങ്കി, അതായത് 2018 മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് നിപ്പ എന്ന് കേട്ട് തുടങ്ങിയത്. അന്ന് വലിയ രീതിയിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായി, 17 ജീവൻ നഷ്ടപ്പെട്ടു. പിന്നീട് 2021, 23 കഴിഞ്ഞ വർഷം ഒരു 14കാരൻ മരണപ്പെട്ടു. ഇന്നിതാ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിനി 40 വയസ്സുള്ള ആളാണ്. ഇന്നലെ വൈകിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഒരാഴ്ചയോളമായി കോട്ടയ്ക്കലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമായതുകൊണ്ട് തന്നെ സംശയം വന്നു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഏതായാലും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അത് നിപ്പയാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇത് നിപ്പ പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു വ്യാപന സമയമുള്ള ഒരു മാസമാണ്. കാരണം പഴന്തീനി വവ്വാലുകൾ ധാരാളമായി ഇറങ്ങുന്ന സമയമാണ്. പഴവർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിൽ പഴുക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് നിപ്പ സാധ്യതയുള്ള സമയം കൂടിയാണെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ജാഗ്രത നിർദ്ദേശവും നേരത്തെ നൽകിയിരുന്നു. വെങ്കി, റോഷ്നി. അപ്പൊ അതെന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, വീണ വിജയനെ SFIOയിൽ പ്രതി ചേർത്തതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച് ഉണ്ട് ഇന്ന് അല്ലെ? എപ്പോഴായിരിക്കും മാർച്ച്? റോഷ്നി, മാർച്ചിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പലതരത്തിലുള്ള സമരങ്ങളുണ്ട്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ ഒരു സമരപ്പന്തലിന് മുൻപിൽ തന്നെയാണ്. അത് UDF സമരമാണ്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച 4 മണിക്ക് ആരംഭിച്ച സമരമാണ്. അതായത് തദ്ദേശ വകുപ്പിലെ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെയും കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിക്കെതിരെ UDF തുടങ്ങിയ സമരമാണ്. ഇന്ന് 10 മണിക്ക് ഈ സമരം VD സതീശൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാത്രി വലിയ മഴയുണ്ടായിരുന്നു. മഴയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഇരുത്തം? രാത്രിയിലെ സമരം എങ്ങനെ? രാത്രിയിലെ സമരം കുഴപ്പമില്ല. മഴ പെട്ടുപോയോ? അങ്ങനെയൊന്നും പെട്ടിട്ടില്ല. അങ്ങനെ കോൺഗ്രസ്സുകാരൊരു മഴ പെയ്താൽ പെടുന്ന കൂടുതലല്ലല്ലോ, തളരുന്ന പാർട്ടിയല്ലല്ലോ. വളരെ ആവേശത്തോടു കൂടിയാണ്. കഴിഞ്ഞ 46 വർഷമായിട്ട് അഴിമതി ഭരണമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്നത്. അഴിമതിയുടെ കേന്ദ്രമാക്കി കോഴിക്കോട് കോർപ്പറേഷൻ LDF മാറ്റിയിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് കോഴിക്കോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ എന്ത് വില കൊടുത്തും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം ഞങ്ങൾ പിടിക്കുന്നുള്ള വാശിയിലാണ്. UDF സമരം തുടരുന്നു. ഇന്ന് കോൺഗ്രസ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂരിൽ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അതായത് SFIO വീണ വിജയനെ പ്രതി ചേർത്തതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി കോലം കത്തിച്ചിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നൈറ്റ് മാർച്ച് നടത്തുന്നത്. ചെറുവണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ബേപ്പൂരിലെ ഓഫീസിൽ അവസാനിക്കുകയും ചെയ്യും. റോഷ്നി, മറ്റൊന്നിലേക്ക് വരാം. സിനോജ്, ഈ താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും ഇന്നാണല്ലേ? അപ്പോൾ ഈ സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ഉയരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയാണല്ലോ ഉദ്ഘാടനം ചെയ്യുന്നത്. അതെ വെങ്കി, അതായത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഇതിലുണ്ടാവും. കാരണം സർക്കാരിനെതിരെ അവഗണനയ്ക്കെതിരെയാണ് സ്വാഭാവികമായിട്ടും അവർ ആ വിഷയം തന്നെ എടുത്തിരിക്കുന്നത്. പ്രധാനമായി 2-3 വിഷയങ്ങളാണ്. ഒന്ന്, വന്യജീവി ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ രക്ഷിക്കുക. പരിസ്ഥിതിയുടെ പേരിൽ രേഖകളുള്ള ഭൂമിയിൽ നിന്ന് ആളുകളെ കർഷകരെ ഇറക്കി വിടുന്നത് അവസാനിപ്പിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ 3 വർഷത്തിലേറെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അത് പുറത്തുവിടുക. ഒപ്പം തന്നെ ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അവകാശ പ്രഖ്യാപന റാലി സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് റാലിയായി മുതലക്കുളത്ത് അവസാനിക്കുന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് താമരശ്ശേരി രൂപത അവകാശപ്പെട്ടിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പ് റെമിൻ ജോസ് ഇഞ്ചനാനിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ ഈ സമ്മേളനത്തിൽ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. റോഷ്നി, വെങ്കി. അപ്പോൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു.